സോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണം റിലീസുകളിലെ മെയിൻ റിലീസുകൾ ഒന്നായിട്ടുള്ള ഖലീഫയുടെ ട്രെയിലർ റിയാക്ഷൻ ഭാഗമായിട്ടാണ്. ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് 8:30 അതായിരുന്നു പറഞ്ഞ ടൈം. സോ അപ്പോൾ സമയമായിട്ടുണ്ട്. ട്രെയിലർ വന്നിട്ടുണ്ട്. നേരത്തെ അല്ല 6 മണി. എനിക്കറിയത്തില്ല, ഇന്ന് ട്രെയിലർ ഉണ്ടെന്നേ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ ഇരിക്കുകയാണ്. നമ്മൾ മൾട്ടിപ്പിൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ട്രെയിലറിൻ്റെ ടൈം ആകുമ്പോൾ കറക്റ്റായിട്ട് അത് ഷൂട്ട് ചെയ്തിടാം എന്നുള്ള പ്ലാനല്ല. അപ്പോൾ ഇപ്പോഴത്തെ ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ കാണാം. ഒഫേപ്പോസ ആക്ട്. അതാ ഇപ്പൊ നല്ല കഥ. ഇയാൾക്കൊരു രഹസ്യമില്ല, അത്ര വേഗം മറക്കാൻ കഴിയാത്തൊരു രഹസ്യം. കൊഫേപ്പോസോ പോലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാൻ കാരണക്കാരനായ നോട്ടോറിയസ് സ്റ്റാർ സ്മഗ്ലർ എനിക്ക് പൊട്ട കിട്ടണം. എൻ്റെ കൺമുമ്പിൽ പൊട്ടിച്ച പൊന്നുമായിട്ട് വരുന്ന നായ്ക്കളെ എന്താണുള്ളത് പൊട്ടിക്കാൻ പോവാ. ഒരിടത്ത് കിടത്ത് ഞാൻ പൊട്ടിക്കും. വൈശാഖാണ് ചെയ്യുന്നത്. സ്മഗ്ലറിന്റെ സകല ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അതിന് വെറുതെ വളമിട്ട് കൊടുക്കരുത്. എൻ്റെ തന്തയോട് പോയി പറയണം. നീ എവിടെ എത്തിപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയാണ് മോഹിനി. മാത്രമേ അതിനുള്ളിൽ നിങ്ങൾ ഇന്നലെ പൊട്ടിച്ച എൻ്റെ പൊന്നൊരു പണവിടെ കുറയാതെ അവരുടെ കൈ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ഇവിടെ അടുത്തത് പൊട്ടും. ഭീമ ഭീഷണിയൊന്നുമല്ല സാറേ. ഒന്നാണ് ഞാൻ ചെയ്യും. പാർട്ട് 1. ചേട്ടൻ്റെ സംഭവം എന്ത് ഉണ്ടോ? ഓ, മൈറ്റി ഹാൻഡ്. അതെ. ഓ, ചേട്ടനെ നമുക്ക് ജസ്റ്റ് ആ കൈയൊന്ന് കാണിച്ച് ഞാൻ കൈ വെക്കണോ അലി എന്നുള്ള സാധനമല്ല. അതെ അതെ അതെ. സോ അപ്പം ഇത് കഴിഞ്ഞിടയ്ക്ക് ട്രെയിലർ എന്തോ ഒരു ഇന്റർവ്യൂ തോന്നുന്നു രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആക്ഷൻ പടം അല്ല, ഇത് ഒരു കഥ പറയുന്നു, അതിന്റെ ഇടയിൽ നടക്കുന്ന ആക്ഷൻ. ട്രെയിലറിന്റെ 65% ആക്ഷൻ. പക്ഷെ നല്ല ആക്ഷനാണ്. നല്ല ആക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ മൾട്ടിപ്പിൾ ആക്ഷൻ സീക്വൻസ് കാണുന്നില്ല, വളരെ കുറച്ച്, അതായത് 2-3 സീക്വൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സാധനമുണ്ട്, മറ്റേ ഈ നമ്മുടെ അയ്യപ്പനും കോശിയിലെ കണ്ട പോലെ അയാളുടെ എടുത്തുചാട്ടം മൂലം എന്നുള്ള ഒരു ഫാക്ടർ അല്ലേ. നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്റ്റൈലും കാണിച്ചിടിയാവുമ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. ഇത് ബേസിക്കലി കുറച്ച് ഇതിനകത്തൊരു സ്റ്റോറി ഉണ്ടാവും തോന്നുന്നു. പിന്നെ വൈശാഖാണ് ഡയറക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ വൈശാഖിന്റെ ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറോ എലിവേഷൻ പ്ലസ് ആക്ഷൻ സീക്വൻസിനകത്തുള്ള ഇൻവോൾവ്മെന്റ് ആണ്. അതാണ് പുള്ളിയുടെ മെയിൻ സംഭവം. പിന്നെ ഈ ജെനുവി എബ്രഹാം ആണ് കടുവ, പുള്ളി എഴുതിയ പടമാണ് കടുവ. പിന്നെ പുള്ളി ഡയറക്ടേഴ്സ് ആദം ജോൺ എഴുതി ഡയറക്ട് ചെയ്ത പടം ആദം ജോൺ. അപ്പോൾ പുള്ളിയുടെയും ഈ കടുവയെ നമ്മൾ പറഞ്ഞില്ല, നമുക്കൊരു അന്ന് കണ്ടപ്പോൾ കടുവയ്ക്കകത്തൊരു രസം ഉണ്ടായിരുന്നല്ലോ. കടുവ അന്ന് നമ്മൾ തിയേറ്ററിൽ കണ്ട സമയത്ത് നമുക്ക് ഇതിനകത്തൊരു രസമുണ്ട്, പക്ഷെ അത് അത്ര വലിയ ഹിറ്റായൊന്നുമില്ല. ഒരു ഭേദപ്പെട്ട സിനിമയായിരുന്നു അന്ന്. ഒരു ഫൺ ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് അതിനകത്ത് കയറിയാൽ കാണത്തില്ല അതിനകത്ത്. സോ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രോപ്പർ, ഇപ്പം ഈ ഓണം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ലൈൻ പരിപാടിയാണ്. അപ്പോൾ അതിനകത്ത് എല്ലാത്തരം ഇമോഷനും വരുന്ന ടൈപ്പ് ഓഫ് ഒരു എന്റർടൈനർ പടമാണ് ഇതാണെന്നാണ് തോന്നുന്നത്. ഈ പറഞ്ഞ സോക്കോൾ സ്റ്റാർ വർഷിപ്പ് ലൈൻ പരിപാടി ഉണ്ടിനകത്ത്. ഗോൾഡ് സ്മഗ്ലിംഗ്. അതെ അതെ, മെയിൻ ആളാണ് ലാസ്റ്റ് കൈ വെച്ചത്. അതെ, ഏട്ടനായിട്ട് ബി. അതെ അതെ. ഇവര് പറയുന്നത് ഈ ലാലേട്ടന്റെ ക്യാരക്ടറിനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് വർക്കായി ഇതിനൊരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ ഡെഫിനറ്റ്ലി അടുത്തൊരു പാർട്ട് ചെയ്യും. അല്ലാതെ ഇവരിങ്ങനെ ഒരു ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ളതല്ല. അപ്പോൾ ഇവർ പറയുന്നത് ഈ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ അതായത് ബേസിക്കലി പ്രീക്വൽ പോലെ, അതായത് എന്താ പറയാ, അച്ഛനായിട്ട് മുത്തച്ഛനായിട്ടെന്നാണ് പറയുന്നത്. മാമ്പരക്കൽ അഹമ്മദ് അലിയോ അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറിന്റെ
കൊച്ചുമകനാണ് സാറേ അമീർ അലി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മുത്തച്ഛൻ്റെ ക്യാരക്ടറാണെന്നാണ് കേൾക്കുന്നത്. അച്ഛനായിട്ടും പുള്ളിയാണ് വരുന്നതെന്ന് ആരോ പറഞ്ഞ് എനിക്കറിയത്തില്ല കേട്ടോ, അത് ഉറപ്പാണെന്ന് എനിക്കറിയത്തില്ല. ആരോ അത് പറയുന്നുണ്ടായിരുന്നു, അത് ഫേക്ക് ആയിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു രഞ്ജി പണിക്കരുടെ ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത്. രഞ്ജി പണിക്കർ എന്താണെന്ന് മനസ്സിലായി. ആക്ച്വലി മറ്റേ സ്ഥിരം അച്ഛനല്ലായിരിക്കും അല്ല, രഞ്ജി പണിക്കർ റിസംസ് വിട്ടിട്ട് എനിക്കൊന്ന് പുള്ളിയെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ശരിയാ കണ്ടുള്ളൂ, അറിയത്തില്ല, പടം കാണുമ്പോൾ അറിയാം. പറയാം. പിന്നെ മോഹിനി ഒരു അതെ, ഒരു ഗ്ലിംസിലുണ്ടായിരുന്നു. അമ്മയായിട്ടാണ് തോന്നുന്നു ഒരു സോങ് ഇറങ്ങിയത് ഈ പടത്തിൽ. മാളവിക ശർമ്മയും രാജുവേട്ടനെ കൂടെ ഒരു സോങ് ഇറങ്ങിയത് പടത്തിൽ കേട്ടു. അപ്പോൾ അതില് മോഹിനി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മയുടെ റോളൊക്കെ ഉണ്ടാകുന്ന തോന്നുന്നു. സോ അപ്പം ഓഗസ്റ്റ് 20-ാം തീയതി, അതായത് വ്യാഴാഴ്ച നമുക്ക് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആവട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിരുന്ന ഐ നോബഡി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ആ പടം തകർന്ന് തരിപ്പണമായി പോയി. അതുപോലെ ഒന്നും ആവാതിരിക്കട്ടെ ഇത്. കാര്യം രാജുവേട്ടൻ അർഹിക്കുന്ന ഒരു വലിയ ഹിറ്റ് പുള്ളിക്ക് കൊടുക്കണം, അല്ലേ? പുള്ളിക്ക് അത് കിട്ടുന്നില്ല. പുള്ളി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഫൈറ്റ് കൂടുതൽ നമ്മൾ കണ്ടേക്കുന്ന പുള്ളി തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ലൈനാണ്. ഇത് കുറച്ച് മറ്റേ പഴയ നമ്മുടെ പടങ്ങളുടെ ഒരു ലൈൻ ഉണ്ടാവും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു. മറ്റേ ഈ ഹീറോ വില്ലൻ പരിപാടി ഉണ്ടല്ലോ, ടീസറിലൊക്കെ കണ്ട പോലത്തെ ഒരു മറ്റേ അനങ്ങാതിരിക്കുന്ന ക്യാമറയും ഫ്രെയിമുകൾക്ക് കൂടുതലും ആ സാധനം കുറച്ച് കുറവായിരുന്നു. കുറച്ചുകൂടെ ഡൈനാമിക് ആയിട്ട് പരിപാടിയായിരുന്നു. ആ ടീസർ ഇതിന്റെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബ്ലഡ് ലൈൻ അതായിരുന്നു തോന്നുന്നു. ഞാൻ വിചാരിച്ചു മറ്റേ നമ്മുടെ മമ്മൂക്കയുടെ പടം ഉണ്ടല്ലോ, നമ്മുടെ അമൽനീരദ് പടം ഭീഷ്മറോ, എനിക്കൊന്ന് ആ ഒരു സ്ലോ പേസില് ആ സാധനം ആയിരിക്കും ഞാൻ വിചാരിച്ചു. ആ ടൈപ്പ് ഒരു അല്ല ഇത് വൈശാഖല്ലേ? വൈശാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പട്ടപ്പെട്ടെന്ന് പരിപാടി നടക്കണം അതിനകത്ത്. ചുമ്മാ പുള്ളി ടീസർ ആ ഒരു ലൈനായിരുന്നു, ഒരു സ്ലോയില് മറ്റേ ഇതിന്റെ ബ്ലഡ് ലൈൻ്റെ അത് തന്നെ. ഇപ്പം വൈശാഖിന്റെ ലാസ്റ്റ് പടം ടർബോയാ. ടർബോ എനിക്ക് ബേസിക്കലി തിയേറ്ററിൽ ഒരു തവണ കാണാമെന്നല്ലോടാ. അതിനപ്പുറത്തേക്ക് അത് ഭയങ്കര, പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഫൈറ്റും പരിപാടിയും എല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മൂക്ക വെച്ചിട്ട് ഇവർ അത്രയും വലിയൊരു ഫൈറ്റ് പുൾ ഓഫ് ചെയ്യണം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഡ്യൂപ്പിനെ യൂസ് ചെയ്തും തിയേറ്റർ റീപ്ലേസ്മെൻറ്റ് പരിപാടി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ നല്ല യൂസേജ്. അപ്പോൾ നമുക്ക് ആ സിനിമ പ്രത്യേകിച്ച് ഭയങ്കര പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ഫോർഗറ്റബിൾ ഫിലിമാണ്. പക്ഷേ നമുക്കത് തിയേറ്ററിൽ ഞാൻ കണ്ടപ്പോൾ നല്ലൊരു വലിയ ക്രൗഡിൻ്റെ കൂടെ പടം കാണുമ്പോൾ ഒരു വൈബുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു വൈബ് നമുക്ക് ഈ സിനിമയ്ക്ക് തന്നാൽ നമ്മൾ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അതാണ്. അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ട്രെയിലർ കൊള്ളാം. ഇനി ജോമോൻ ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മറ്റേ ഇതിൽ തുടക്കത്തിൽ ക്യാമറ വർക്ക് ജോമോനും അഖിൽ ജോർജുമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഏതോ ഒരു പടത്തിന് അങ്ങനെ അതാ ചേട്ടൻ ചോദിച്ചാൽ രണ്ടുപേരുണ്ടോ എന്ന് ചോദിച്ചാൽ അത് തുടക്കത്തില്ല. അപ്പം ഇതിൽ ജോമോനാണ് ഒരു ഫുൾ ക്യാമറ ചെയ്തേക്കെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറേ നാളുകൾക്ക് ശേഷം ജോമോൻ ഒരു ഫുൾ ഫ്ലെഡ്ജ് വർക്ക്, അതൊരു കൊമേഴ്ഷ്യൽ പടം. ശ്രീനിവാസന്റെ പടം തോന്നുന്നു ഫുൾ ഫ്ലെഡ്ജ്. ഏതായിരുന്നു പടം? നമ്മുടെ കരം. അതെ. സോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഓഗസ്റ്റ് 2-ാം തീയതി ഖലീഫ FDFS കാണുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലേ?